പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ പരീക്ഷണ ഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു വശത്ത് ഇറാന്റെ മിസൈൽ ഭീഷണിയും മറുവശത്ത് അഴിമതി കേസുകളിലെ വിചാരണയും അദ്ദേഹത്തെ ഒരേപോലെ വേട്ടയാടുന്നുണ്ട്. ഇറാന്റെ സുരക്ഷാ ഭീഷണി ചൂണ്ടിക്കാട്ടി തന്റെ വിചാരണ നടപടികൾ വീണ്ടും നീട്ടിവെക്കണമെന്ന നെതന്യാഹുവിന്റെ ആവശ്യം ഇസ്രയേലിനുള്ളിൽ വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റിനാണ് തിരികൊളുത്തിയിരിക്കുന്നത്. ദേശീയ സുരക്ഷയെ തന്റെ വ്യക്തിപരമായ താൽപര്യങ്ങൾക്കായി നെതന്യാഹു ഉപയോഗിക്കുന്നുവെന്ന ആരോപണം ഇസ്രയേലിലെ പ്രതിപക്ഷ കക്ഷികളും പൊതുജനങ്ങളും ശക്തമായി ഉന്നയിക്കുന്നുണ്ട്. ഇറാന്റെ മിസൈൽ ശേഖരം തകർക്കാൻ അമേരിക്കയും ഇസ്രയേലും ആഴ്ചകളോളം സംയുക്തമായി നടത്തിയ ആക്രമണങ്ങൾക്കും പൂർണ്ണമായും ഫലം കാണാൻ കഴിഞ്ഞിട്ടില്ല. ഈ റിപ്പോർട്ടുകൾ ഈ സാഹചര്യത്തിൽ അതീവ ഗൗരവകരമാണ്. ഇറാന്റെ പക്കലുള്ള അത്യാധുനിക മിസൈലുകൾ ഇപ്പോഴും ഇസ്രയേലിന് വലിയ ഭീഷണിയായി തുടരുകയാണ്. ഇത്തരമൊരു യുദ്ധസമാനമായ അന്തരീക്ഷത്തിൽ കോടതിയിൽ ഹാജരായി മൊഴി നൽകാൻ തനിക്ക് സാധിക്കില്ലെന്നാണ് നെതന്യാഹുവിന്റെ അഭിഭാഷകർ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഇത് വിചാരണയിൽ നിന്ന് മനഃപൂർവ്വം ഒഴിഞ്ഞു മാറാനുള്ള തന്ത്രമാണെന്നാണ് വിമർശകരുടെ പക്ഷം. 2020 മുതൽ നീണ്ടു നിൽക്കുന്ന ഈ അഴിമതി കേസുകൾ നെതന്യാഹുവിന്റെ രാഷ്ട്രീയ ഭാവിക്ക് വലിയ ഭീഷണിയാണ്. ശിക്ഷിക്കപ്പെട്ടാൽ ജയിൽവാസം വരെ അനുഭവിക്കേണ്ടി വന്നേക്കാവുന്ന ഈ കേസിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ അദ്ദേഹം ശ്രമിക്കുകയാണെന്ന് ഇസ്രയേലിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിനെയാണ് വിമർശകർ ബങ്കർ രാഷ്ട്രീയം എന്ന് വിശേഷിപ്പിക്കുന്നത്. രാജ്യത്തെ നയിക്കേണ്ട പ്രധാനമന്ത്രി സുരക്ഷാ ഭീഷണിയുടെ പേരിൽ ബങ്കറുകളിൽ ഒളിച്ചിരിക്കുകയും കോടതി നടപടികൾ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നത് ജനാധിപത്യത്തിന് നല്ലതല്ലെന്ന അഭിപ്രായം ശക്തമാണ്. ദേശീയ പ്രതിസന്ധികളെ സ്വന്തം ക്രിമിനൽ കേസുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കവചമായി നെതന്യാഹു മാറ്റുകയാണെന്ന് ജനങ്ങൾ ആരോപിക്കുന്നുണ്ട്. ഇസ്രയേൽ കോടതിയിൽ നെതന്യാഹു സമർപ്പിച്ച പുതിയ ഹർജിയിൽ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണ സാധ്യതകൾ ഓരോന്നായി അക്കമിട്ട് നിരത്തിയിട്ടുണ്ട്. താൻ വിചാരണയ്ക്ക് ഹാജരായാൽ അത് സുരക്ഷാ ഏജൻസികളുടെ ശ്രദ്ധ തിരിക്കുമെന്നും രാജ്യത്തിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്നും അദ്ദേഹം വാദിക്കുന്നു. എന്നാൽ കോടതി ഈ വാദങ്ങളെ എത്രത്തോളം ഗൗരവത്തോടെ കാണുമെന്നത് നിർണായകമാണ്. അതിനിടെ ഇസ്രയേൽ നീതിന്യായ വ്യവസ്ഥയെ ഞെട്ടിച്ചുകൊണ്ട് ജഡ്ജി ബെന്നി സാഗിയുടെ മരണം സംഭവിച്ചത് കോടതി നടപടികളെ വീണ്ടും സങ്കീർണമാക്കിയിരിക്കുകയാണ്. വിചാരണ നടപടികളിൽ നിർണായക പങ്ക് വഹിക്കേണ്ടിയിരുന്ന അദ്ദേഹത്തിന്റെ അഭാവം നെതന്യാഹുവിന് കൂടുതൽ സമയം ലഭിക്കാൻ കാരണമായേക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ഇസ്രയേലിലെ തെരുവുകളിൽ നെതന്യാഹുവിനെതിരെ പ്രതിഷേധം ആളിപ്പടരുകയാണ്. ബിബി എന്നറിയപ്പെടുന്ന നെതന്യാഹു അധികാരം നിലനിർത്താൻ വേണ്ടി രാജ്യത്തിന്റെ ജനാധിപത്യ മൂല്യങ്ങളെ ബലികഴിക്കുകയാണെന്ന് പ്രതിഷേധക്കാർ വിളിച്ചു പറയുന്നു. അടുത്ത തിരഞ്ഞെടുപ്പിൽ നെതന്യാഹുവിന്റെ സഖ്യത്തിന് വലിയ തിരിച്ചടി നേരിടുമെന്നാണ് പുതിയ അഭിപ്രായ സർവേകൾ സൂചിപ്പിക്കുന്നത്. ഇറാനിലെ കടുത്ത നിലപാടുകാരായ ഭരണകൂടം ഇസ്രായേലിനെതിരെ ആക്രമണത്തിന് കോപ്പുകൂട്ടുന്നു എന്ന വാർത്തകൾ നെതന്യാഹുവിന് ഒരു തരത്തിൽ തുണയാകുന്നുണ്ട്. രാജ്യം ഭീഷണി നേരിടുമ്പോൾ നേതൃമാറ്റം ഉണ്ടാകുന്നത് അപകടകരമാണെന്ന ചിന്ത ജനങ്ങളിൽ വളർത്താൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഈ തന്ത്രം എത്ര കാലം ഫലിക്കുമെന്ന് കണ്ടറിയണം. വെടിനിർത്തൽ ചർച്ചകൾ അനിശ്ചിതത്വത്തിലായതും മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്ക് തിരിച്ചടിയായിട്ടുണ്ട്. സമാധാനത്തെക്കാൾ യുദ്ധ അന്തരീക്ഷം നിലനിർത്തുന്നതാണ് നെതന്യാഹുവിന്റെ രാഷ്ട്രീയ നിലനിൽപ്പിന് നല്ലതെന്ന് ഒരു വിഭാഗം രാഷ്ട്രീയ നിരീക്ഷകർ വിശ്വസിക്കുന്നു. യുദ്ധം നിലനിൽക്കുമ്പോൾ കോടതികൾക്കും നിയമങ്ങൾക്കും മുകളിൽ സൈനിക ആവശ്യങ്ങൾക്ക് മുൻഗണന ലഭിക്കുമെന്നതാണ് ഇതിന് കാരണം. ഇറാന്റെ മിസൈൽ സാങ്കേതിക വിദ്യ ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ പലപ്പോഴും പരീക്ഷിക്കുന്നുണ്ട്. അമേരിക്കൻ സഹായത്തോടെയുള്ള ആക്രമണങ്ങൾക്കും ഇറാന്റെ ആയുധ ശേഖരത്തെ പൂർണ്ണമായും നിശബ്ദമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് ഇസ്രായേൽ പ്രതിരോധ വകുപ്പിനെ കുഴപ്പിക്കുന്ന കാര്യമാണ്. ഈ പരാജയം മറച്ചുവെക്കാനും നെതന്യാഹു ശ്രമിക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കോടതി വിധി വരാൻ വൈകുന്നത് ഇസ്രായേലിന്റെ നിയമവ്യവസ്ഥയോടുള്ള ജനങ്ങളുടെ വിശ്വാസം തകർക്കാൻ ഇടയാക്കിയേക്കും. ഒരു സാധാരണ പൗരന് ലഭിക്കാത്ത പരിഗണനകൾ പ്രധാനമന്ത്രിക്ക് ലഭിക്കുന്നത് തുല്യനീതിയുടെ ലംഘനമാണെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. നെതന്യാഹുവിനെതിരെയുള്ള തെളിവുകൾ ശക്തമാണെന്നിരിക്കെ വിചാരണ നീട്ടിക്കൊണ്ടുപോകുന്നത് നീതി വൈകിപ്പിക്കലാണ്. ഇറാനുമായുള്ള സംഘർഷം ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങിയാൽ ഇസ്രായേലിന് നേരിടേണ്ടി വരുന്ന ആഘാതം വളരെ വലുതായിരിക്കും. ഈ തിരിച്ചറിവുണ്ടായിട്ടും സ്വന്തം രാഷ്ട്രീയ താൽപര്യങ്ങൾ മുൻനിർത്തി നെതന്യാഹു ചുവടുകൾ വെക്കുന്നത് രാജ്യത്തെ അപകടത്തിലാക്കുമെന്ന് മുൻ സൈനിക മേധാവികൾ പോലും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്.
നെതന്യാഹുവിന്റെ സഖ്യകക്ഷികളായ തീവ്ര വലതുപക്ഷ പാർട്ടികൾ അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണയാണ് നൽകുന്നത്. വിചാരണ നടപടികൾ നിർത്തിവെപ്പിക്കാൻ നിയമനിർമ്മാണം നടത്തണമെന്ന ആവശ്യം പോലും ഇവർ മുന്നോട്ട് വയ്ക്കുന്നു. ഇത് ഇസ്രയേലിൽ ഭരണഘടനാപരമായ പ്രതിസന്ധിക്ക് കാരണമായേക്കാം. ബങ്കറിലിരുന്ന് ഭരണം നടത്തുന്ന പ്രധാനമന്ത്രിക്ക് ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ കഴിയില്ലെന്ന് പ്രതിപക്ഷ നേതാക്കളും പരിഹസിക്കുന്നു. സാധാരണക്കാർ യുദ്ധഭീതിയിൽ കഴിയുമ്പോൾ തന്റെ അധികാരം എങ്ങനെ സംരക്ഷിക്കാം എന്ന കാര്യത്തിൽ മാത്രമാണ് നെതന്യാഹു ശ്രദ്ധിക്കുന്നതെന്നാണ് ഇവരുടെ ആരോപണം. ഇസ്രയേലിലെ യുവാക്കൾ നെതന്യാഹുവിന്റെ നയങ്ങളിൽ അസംതൃപ്തരാണ്. അവർക്ക് വേണ്ടത് സമാധാനവും സാമ്പത്തിക ഭദ്രതയുമാണ്. എന്നാൽ യുദ്ധത്തിന്റെയും കേസുകളുടെയും ഇടയിൽ തങ്ങളുടെ ഭാവി നഷ്ടപ്പെടുമെന്ന് അവർ ഭയപ്പെടുന്നു. അടുത്ത തിരഞ്ഞെടുപ്പിൽ ഇസ്രായേൽ ജനത എന്ത് തീരുമാനമെടുക്കുമെന്നത് ലോകം ഉറ്റുനോക്കുന്ന വിഷയമാണ്. നെതന്യാഹുവിനെ അധികാരത്തിൽ നിന്ന് മാറ്റാൻ അവർ തയ്യാറാകുമോ അതോ വീണ്ടും അദ്ദേഹത്തിന് അവസരം നൽകുമോ എന്നത് നിർണായകമാണ്. ബിബിയുടെ രാഷ്ട്രീയ ചതുരംഗ കളത്തിൽ ഇറാന്റെ മിസൈലുകൾ വെറും കരുക്കൾ മാത്രമാണെന്നാണ് വിമർശകർ പറയുന്നത്. യഥാർത്ഥ ശത്രു ഇറാനല്ല, മറിച്ച് നെതന്യാഹുവിന്റെ അഴിമതി കേസുകളാണെന്നാണ് അവരുടെ വാദം. ഇസ്രയേലിന്റെ ജനാധിപത്യവും ദേശീയ സുരക്ഷയും തമ്മിലുള്ള ഈ പോരാട്ടത്തിൽ ആര് വിജയിക്കുമെന്ന് കണ്ടറിയണം. നെതന്യാഹു തന്റെ രാഷ്ട്രീയ അതിജീവനത്തിനായി ഇനിയും എന്ത് തന്ത്രങ്ങൾ പയറ്റുമെന്ന് കാത്തിരുന്ന് കാണാം. ഇറാന്റെ ഭീഷണി നിലനിൽക്കുമ്പോഴും നീതി നടപ്പാക്കപ്പെടേണ്ടത് ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യമാണ്. ബങ്കറിലിരുന്ന് ഭരണം നടത്തുന്നതിനേക്കാൾ ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്ത് ഭരിക്കുന്നതാണ് ഒരു നേതാവിന് ഉചിതം. നെതന്യാഹുവിന് ലഭിക്കുന്ന ഈ അധിക സമയം അദ്ദേഹത്തിന് ഗുണമാകുമോ അതോ വിനയാകുമോ എന്ന് വരും ദിവസങ്ങൾ വ്യക്തമാക്കും. ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടമാണിത്. സമാധാനവും നീതിയും ഒരേപോലെ പുലരുന്ന ഒരു കാലത്തിനായി ഇസ്രായേൽ ജനത കാത്തിരിക്കുകയാണ്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ഇസ്രായേൽ നീക്കങ്ങൾ ലോകരാജ്യങ്ങളെയും ആശങ്കയിലാക്കുന്നുണ്ട്. അമേരിക്കയിലെ ട്രംപ് ഭരണകൂടം നെതന്യാഹുവിന് എത്രത്തോളം പിന്തുണ നൽകുമെന്നത് ഇനിയും വ്യക്തമല്ല. അന്താരാഷ്ട്ര തലത്തിൽ നെതന്യാഹു ഒറ്റപ്പെടുന്ന സാഹചര്യമാണുള്ളത്. ഇസ്രയേലിലെ ജനങ്ങൾക്കിടയിൽ വലിയൊരു വിഭാഗം മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ സുരക്ഷാ പ്രശ്നങ്ങൾ വരുമ്പോൾ അവർക്ക് നെതന്യാഹുവിനെ പൂർണ്ണമായും തള്ളിക്കളയാനും കഴിയുന്നില്ല. ജനങ്ങളുടെ ഈ ധർമ്മസങ്കടത്തെയാണ് നെതന്യാഹു തന്റെ രാഷ്ട്രീയ ആയുധമാക്കുന്നത്. കോടതി 2 ആഴ്ചത്തെ സമയം കൂടി അനുവദിക്കുമോ എന്നതാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഈ സമയം ലഭിച്ചാൽ കൂടുതൽ തന്ത്രങ്ങൾ മെനയാൻ നെതന്യാഹുവിന് സാധിക്കും. വിചാരണ അനന്തമായി നീട്ടിക്കൊണ്ടുപോയി കാലാവധി പൂർത്തിയാക്കാനാണ് അദ്ദേഹം ഇപ്പോൾ ശ്രമിക്കുന്നത്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഏത് ചെറിയ നീക്കത്തെയും വലിയ ഭീഷണിയായി ചിത്രീകരിക്കാൻ ഇസ്രായേൽ മാധ്യമങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഇത് ജനങ്ങളിൽ ഭീതി നിലനിർത്താനും നെതന്യാഹുവിന് അനുകൂലമായ സാഹചര്യം ഒരുക്കാനും സഹായിക്കുകയാണ്. ശത്രു പടിക്കൽ നിൽക്കുമ്പോൾ ഭരണാധികാരിയെ മാറ്റരുത് എന്ന തത്വം ഇവിടെ ഫലപ്രദമായി ഉപയോഗിക്കപ്പെടുന്നു. ജനാധിപത്യം എന്നാൽ കേവലം തിരഞ്ഞെടുപ്പുകൾ മാത്രമല്ല, അത് നിയമത്തിനു മുന്നിലുള്ള തുല്യത കൂടിയാണ്. ഇസ്രായേൽ എന്ന രാജ്യം ഈ പരീക്ഷണ ഘട്ടത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നത് മറ്റ് ജനാധിപത്യ രാജ്യങ്ങൾക്കും ഒരു പാഠമായിരിക്കും. നെതന്യാഹുവിന്റെ വിചാരണ നീളുന്നത് ഇസ്രായേലിന്റെ പ്രതിച്ഛായയെ ലോകത്തിനു മുന്നിൽ മോശമാക്കുന്നുണ്ട്. മിഡിൽ ഈസ്റ്റിലെ മൊത്തം സമാധാനാന്തരീക്ഷം നെതന്യാഹുവിന്റെ ഈ നീക്കങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഒരു വലിയ യുദ്ധമുണ്ടായാൽ അതിലൂടെ തന്റെ രാഷ്ട്രീയ ആയുസ് വർദ്ധിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞേക്കും. അതുകൊണ്ട് തന്നെ സമാധാനത്തിനായുള്ള ശ്രമങ്ങൾക്ക് അദ്ദേഹം വലിയ പ്രോത്സാഹനം നൽകുന്നില്ല. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള മിസൈൽ ആക്രമണങ്ങൾ ഇസ്രായേലിന്റെ സാമ്പത്തിക രംഗത്തെയും ബാധിക്കുന്നുണ്ട്. വിനോദസഞ്ചാര മേഖലയെയും വ്യവസായങ്ങളും തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് പ്രധാനമന്ത്രി തന്റെ വ്യക്തിപരമായ കേസുകൾക്ക് വേണ്ടി രാജ്യത്തിന്റെ സമയം പാഴാക്കുന്നത്. ഇസ്രായേൽ സുപ്രീം കോടതി ഈ വിഷയത്തിൽ കടുത്ത നിലപാട് സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നവരുമുണ്ട്. ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ കോടതി ഇടപെടൽ അനിവാര്യമാണ്. എന്നാൽ ഭരണകൂടവും നീതിന്യായ വ്യവസ്ഥയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ രാജ്യത്തെ തകർക്കുമോ എന്ന പേടിയും നിലനിൽക്കുന്നുണ്ട്. നെതന്യാഹുവിനെതിരെ ഉയർന്നു വന്ന പുതിയ വെളിപ്പെടുത്തലുകൾ വിചാരണയിൽ അദ്ദേഹത്തിന് പ്രതികൂലമായേക്കും. അതുകൊണ്ടാണ് ഏത് വിധേനയും കോടതി നടപടികൾ തടസ്സപ്പെടുത്താൻ അദ്ദേഹം ശ്രമിക്കുന്നത്. ഇറാന്റെ പേര് പറയുന്നത് ഇതിനുള്ള ഏറ്റവും എളുപ്പ വഴിയായി അദ്ദേഹം കാണുന്നു. മേഖലയിലെ അറബ് രാജ്യങ്ങൾ ഇസ്രയേലിലെ ഈ ആഭ്യന്തര പ്രശ്നങ്ങളെ ശ്രദ്ധയോടെ നിരീക്ഷിക്കുന്നുണ്ട്. ഇസ്രയേലിന്റെ രാഷ്ട്രീയ അസ്ഥിരത തങ്ങൾക്ക് അനുകൂലമായി മാറ്റാൻ ചില രാജ്യങ്ങൾ ശ്രമിച്ചേക്കാം.
നെതന്യാഹുവിന്റെ അധികാരം ദുർബലപ്പെടുത്തുന്നത് ഇറാന് കൂടുതൽ ധൈര്യം നൽകും.